നമസ്കാരം കുട്ടികളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായമായ ഖിഡ്കി എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ഈ പാഠത്തിലെ വരികൾ മുഴുവൻ മലയാളം അർത്ഥങ്ങളോടുകൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാഠത്തിന്റെ തലക്കെട്ട്. ഖിഡ്കി എന്നത് ജനൽ എന്നാണ് അർത്ഥമാക്കുന്നത്. ഹോഷിയാർപുർ സേ ഷാദി കാ ബുലാവ ആയാ ഥാ. ഹോഷിയാർപുരിൽ നിന്ന് ഒരു വിവാഹത്തിന് ക്ഷണം വന്നിരുന്നു. ട്രെയിൻ സേ ജാന തൈ ഹുവ. ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേവേ ലഗി ഥി. ഇസ്ലിയെ സോച്ചാ ചലോ ഇസ് ബാർ എസി കെ ബജായ് ജനറൽ കോച്ച് സേ സഫർ കാ ആനന്ദ് ലിയാ ജായേ. തണുപ്പ് പതുക്കെ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. അതിനാൽ ഇത്തവണ എസിക്ക് പകരം ജനറൽ കോച്ചിലെ യാത്ര ആസ്വദിക്കാമെന്ന് കരുതി. पहले बीवी बच्चे जनरल से जाने पर कुछ नाराज हुए, पर फिर थोड़ी नानुक्कर के बाद मान गए. ആദ്യം ഭാര്യയും മക്കളും ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുന്നതിൽ കുറിച്ച് അതൃപ്തി പ്രകടിപ്പിച്ചു. എന്നാൽ ചെറിയ എതിർപ്പുകൾക്ക് ശേഷം അവർ സമ്മതിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 घंटे का सफर. ഡൽഹിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂർ യാത്ര. സീറ്റ് ബുക്ക് थी तो ज्यादा परेशानी नहीं हुई. സീറ്റ് ബുക്ക് ചെയ്തിരുന്നതിനാൽ അധികം ബുദ്ധിമുട്ടുണ്ടായില്ല. ബച്ചോംനെ ഝട്ട് ഖിഡ്കി വാലി സീറ്റ് ഝപട്ട്ലി. കുട്ടികൾ വേഗത്തിൽ ജനലരികിലുള്ള സീറ്റ് കൈക്കലാക്കി. സാരാ സാമാൻ സെറ്റ് കർ മേ ഓർ പത്നി ബാത്തോം മേ മഷ്ഗൂൽ ഹോ ഗए. സാധനങ്ങളെല്ലാം അടുക്കിവെച്ച ശേഷം ഞാനും ഭാര്യയും സംസാരത്തിൽ മുഴുകി. ദീദി, ജമ്മു കി ഷോൾ ലേലോ, ബഹുത് ബഡിയാ ഹൈ. ചേച്ചി, ജമ്മുവിലെ ഷോൾ എടുത്തോളൂ, വളരെ നല്ലതാണ്. रंग बिरंगी शॉलों का भारी गट्ठर उठारी एक सांवली सलोनी कजरारी आंखों वाली युवती पत्नी को इसरार करने लगी. നിറങ്ങളുള്ള ഷോളുകളുടെ വലിയ കെട്ടുമായി സുന്ദരിയായ കരിമഷിക്കണ്ണുകളുള്ളൊരു യുവതി ഭാര്യയോട് ഷോൾ എടുക്കാൻ നിർബന്ധിച്ചു. കിത്നെ കി ഹേ? ഇതിനെത്രയാണ് വില? 250 കി. 250 രൂപ. ഇത്നി മഹംഗി? ഇത്രയും വിലയോ? ജ്യാദാ പീസ് ലോഗി തോ കം കർ ദുംഗി. കൂടുതൽ എണ്ണം എടുക്കുകയാണെങ്കിൽ വില കുറച്ചു തരാം. മുझे ദുകാൻ ഖോൽനി ഹൈ ക്യാ? എനിക്ക് കട കുറക്കാനാണോ ഇത്രയധികം എടുക്കാൻ പറയുന്നത്? ലേലോ നാ, ബഹനോ ഓർ ഭാബിയോ കെ ലിയേ. എടുത്തോളൂ, സഹോദരിമാർക്കും ബന്ധുക്കൾക്കും കൊടുക്കാമല്ലോ. मैंने पत्नी को इशारा किया तो उसने आंखें करेरकर मुझे चुप रहने का संकेत दिया. ഞാൻ ഭാര്യയെ ഒന്ന് തടയാൻ നോക്കി, പക്ഷേ അവൾ കണ്ണുരുട്ടി എന്നോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു. അച്ഛാ, 5 പീസ് ലൂൻ തോ കിത്തനേക്കേ ദോഗി? ശരി, 5 എണ്ണ എടുക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് തരും? 200 രൂപയെ പർ പീസ് ലേലേനാ ദീദി. ഒന്നിന് 200 രൂപ വെച്ച് എടുത്തോളൂ ചേച്ചി. നാ, 100 രൂപയെ പർ പീസ്. ഇല്ല, 100 രൂപയ്ക്ക് തരൂ. ദീദി, 100 तो बहुत कम है. कहते हुए उसका गला रुंध गया और उसकी कजरारी आंखें भर आई. ചേച്ചി, 100 രൂപ എന്നത് വളരെ കുറവാണ്. ഇത് പറയുമ്പോൾ അവളുടെ തൊണ്ട ഇടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. ചൽ, നാ തേരി നാ മേരി, 150 പർ പീസ്. ശരി, നിന്റെയും വേണ്ട എന്റെയും വേണ്ട, ഒന്നിന് 150 രൂപ വെച്ചെടുക്കാം. അച്ഛാ ദീദി, ഠീക് ഹെ, ലോ രംഗ് പസന്ദ് കർ ലോ. ശരി ചേച്ചി, അത് മതി. ഇതാ, ഇഷ്ടമുള്ള നിറം തിരഞ്ഞെടുത്തോളൂ. കുച്ച് സോച്തേ ഹുവേ ഉസ്നെ കഹാ ഓർ ഗഠർ പത്നി കെ സാമ്നെ സർക്കാ ദിയ. എന്തോ ആലോചിച്ചുകൊണ്ട് അവൾ അത് പറയുകയും ആ കെട്ട് ഭാര്യയുടെ മുന്നിലേക്ക് നീക്കിവെക്കുകയും ചെയ്തു. പത്നീനെ 5 ഷോലെ അലക്കർലീം ഓർ മേരി ഓർ ബേഖ് രുപയെ ദേനേക്ക ഇഷാര കിയ. ഭാര്യ 5 ഷാളുകൾ മാറ്റിവെക്കുകയും പണം നൽകാൻ എന്നോട് ആംഗ്യം കാണിക്കുകയും ചെയ്തു. മൈനെ ഝട്ട് 750 രൂപയെ നികാൽക്കർ ദീദിയെ. ഞാൻ വേഗം 750 രൂപയെ എടുത്തു നൽകി. ഉസ്കി ജാനെ കെ ബാദ് രാസ്തേ ഭർ പത്നി കി സൂയി ഇസി ബാത് പർ അട്കി രഹി. അവൾ പോയ ശേഷം വഴിയുടനീളം ഭാര്യ ഇതേ കാര്യത്തെക്കുറിച്ചു തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. വൂ ഏക് ബാർ മേ ഹി 150 മേ മാൻ ഗയി. ഗൽത്തി കി, തോടാ തോൽമോൽ ഔർ കർണാ ചാഹിയേ ഥാ. അവൾ പെട്ടെന്ന് തന്നെ 150 രൂപയ്ക്ക് സമ്മതിച്ചു. എനിക്ക് തെറ്റുപറ്റി, ഇനിയും വില പേശണമായിരുന്നു. ഓർ മേരി സുയി അതീത് മേ ജാ അട്കി ഥി. എന്നാൽ എന്റെ ചിന്തകൾ ഭൂതകാലത്തിലേക്ക് പോയി. बेटी को गोद में बिठा रेलगाड़ी की खिड़की से झांकता मैं सोच रहा था. മകളെ മടിയിലിരുത്തി ട്രെയിൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു. मेरे पिता भी रेलगाड़ी में सामान बेच जब थके हारे घर आते तो उनकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. എന്റെ അച്ഛനും പണ്ട് ട്രെയിനിൽ സാധനങ്ങൾ വിറ്റ് ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിലും
ഇതേ സങ്കടം ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നാ യുവതിയുടെ കണ്ണുകളിൽ കണ്ടതുപോലെ. കുട്ടികളെ, ഇതോടെ നമ്മുടെ പാഠഭാഗം പൂർത്തിയായിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.